ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അകത്തിലെ 24ാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ നിൽക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നേരെ പോയേക്കാം. എപ്പിസോഡ് തുടക്കം തന്നെ ഫയർ ഹാഷറി ആയിട്ടുള്ള റെങ്കോക്കോ എങ്ങോട്ടോ പെട്ടെന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഷിനുബു വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്രയും അർജന്റായിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഷിനുബു. റെങ്കോക്കോ പറയുകയാണ്, എനിക്കൊരു ഡീമനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. സോ ആ ഡീമനെ കുറിച്ച് തിരക്കിയാണ് ഞാൻ പോകാൻ പോകുന്നത്. നമ്മുടെ ഷിനുബു ചോദിക്കുകയാണ്, അതെന്തോ ടോൾസിസ്കിയിൽ പെടുന്ന ഡീമൻ ആണോ എന്ന്. ഇതൊക്കെ കേട്ട് നമ്മുടെ റെങ്കോക്കോ പറയുവാണ്, അതെനിക്ക് അറിയത്തില്ല, അവിടെ ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ എന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു അതൊരു അപ്പർ റാങ്ക് ഡീമൻ ആണെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു പറയുകയാണ്, റെങ്കോക്കോ അല്ലേ പോകുന്നത്, അതിപ്പോ ഒരു അപ്പർ റാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ടോൾസിസ്കി ആണെങ്കിലും റെങ്കോക്കോ അല്ലേ പോകുന്നത് എന്ന് പറയുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തിനാണ് താൻഡ്രോ എന്നിന്റെ ബട്ടർഫ്ലൈ ഹൗസിലേക്ക് കൊണ്ടുപോയത് ചോദിക്കുകയാണ് നമ്മുടെ റെങ്കോക്കോ. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, ഇനി അവനെ നീ കൊല്ലാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റെങ്കോക്കോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു പറയുകയാണ്, അവന് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, അതൊന്നും ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ അവനെ വീട്ടിലോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. ഞാൻ നിന്നെ ഇന്നലെ ഒന്നല്ല കാണാൻ തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് പറഞ്ഞിരിക്കാൻ സമയമില്ല, എനിക്ക് പോകാനുള്ള സമയമായെന്ന് പറഞ്ഞ് നമ്മുടെ റെങ്കോക്കോ ആണെങ്കിൽ ടാറ്റ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു പറയാണ്, സൂക്ഷിച്ചു പോയിട്ട് വാ റെങ്കോക്കോ. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് എപ്പോഴത്തേതും പോലെ തന്നെ നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ ഞാൻ മരുന്ന് കുടിക്കത്തില്ല, അത് ഭയങ്കര കയ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സിസ്റ്റർ വന്നിട്ട് പറയാണ്, നീ മര്യാദയ്ക്ക് ആ മരുന്ന് കുടിച്ചോ അല്ലെങ്കിൽ നിന്റെ ചന്തി ആ പൊട്ടിക്കുമെന്ന്. ഇതേ സമയത്ത് തന്നെ സെനിറ്സു ആ മരുന്ന് കയ്യിൽ പിടിച്ചിട്ട് ആലോചിക്കുവാണ്, ഇത് ഞാൻ കുടിക്കണോ വേണ്ട. മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻജറോയ്ക്കും അതുപോലെ തന്നെ എന്തോ ഒരു കഷായം കൊടുക്കുവാണ്. അത് നമ്മുടെ താൻജറോ നൈസായിട്ട് തന്നെ അത് കുടിച്ചു തീർക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെനിറ്റ്സു ചോദിക്കുവാണ്, എനിക്ക് കയ്പുള്ളത് അവന് മധുരമുള്ളത്, നിങ്ങൾ എന്തൊരു ന്യായമാണ് ഇവിടെ ചെയ്യുന്നത്, എനിക്ക് അനീതി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു അവിടെ കിടന്ന് അലച്ചോ. നമ്മുടെ സെനിറ്റ്സുവിനോട് പറയുവാണ് നമ്മുടെ താൻജറോ, ഹേ സെനിറ്റ്സു, നീ ഒന്ന് ഒച്ച വെക്കാതിരിക്കുക, ഇതൊരു ഹോസ്പിറ്റലാണ്, അതിൻ്റെതായിട്ടുള്ള മര്യാദ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സുവിനെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. ഇതേ സമയം തന്നെ അങ്ങോട്ട് ഒരാൾ വന്നിട്ട് നിങ്ങളൊക്കെ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ താൻഡ്രോയും അതുപോലെ തന്നെ ഇനോസ്കിയും കണ്ട ആ ഡീമൺ സ്ലെയർ ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മുടെ ഷിനുബു രക്ഷപ്പെടുത്തിയ ആ ഡീമൺ സ്ലെയർ. അങ്ങനെ ആ ഡീമൺ സ്ലെയർ അവിടെ വന്നിരുന്നു കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനോസ്കിക്കും ഈ ഡീമൺ സ്ലെയർ ജീവൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഡീമൺ സ്ലെയറിനും താൻഡ്രോയ്ക്കും ഇനോസ്കിക്കും ജീവൻ ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി ചോദിക്കുവാണ്, ഇത് ആരാന്ന്. കാരണം നമ്മുടെ ഇനോസ്കിക്ക് അറിയത്തില്ലായിരുന്നല്ലോ, ഇനോസ്കി അവിടെ ഇല്ലായിരുന്നല്ലോ ഈ ഡീമൺ സ്ലെയറിനെ കാണുന്ന സമയം. ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സുവിന് വേണ്ടി നമ്മുടെ താൻഡ്രോ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ഇവന്റെ പേരാണ് മൊറോഡ. ഇവനെ കണ്ടുമുട്ടുന്നത് ആ മലയുടെ അവിടെ വെച്ചായിരുന്നു. ഇവനും ഒരു ഡീമൺ സ്ലെയർ ആണ്. ഇതേ സമയം തന്നെ ആ ഡീമൺ സ്ലെയർ നമ്മുടെ സെനിറ്റ്സുവിനോട് ചോദിക്കുവാണ്, നിന്റെ കൈ എന്തുവാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സു പറയുകയാണ്, എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ആ സ്പൈഡർ ഡീമൻ എൻ്റെ ദേഹത്ത് വിഷം കുത്തി വെച്ചു, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയാലും എൻ്റെ കൈ ചെറുതായിപ്പോയി, അത് വലുതാവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് നേഴ്സ് വന്നിട്ട് പറയുന്നത്, അതുകൊണ്ടാണ് മൊണ്ണെ ഞാൻ ഈ സാധനം നിനക്ക് തന്നെ, ഇത് കുടിച്ചാലേ നിന്റെ കൈ തിരിച്ച് നേരെ ആവത്തുള്ളെന്ന്, ഞാൻ ചത്താലും ഇത് കുടിക്കത്തില്ല, ഇത് ഭയങ്കര കയ്പാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ താൻജോടെ പുറകിൽ പോയി നമ്മുടെ ജനിച്ചു ഇരിക്കുക. എടാ എന്നെ ഒന്ന് രക്ഷിക്കടാ, ഈ കയ്പ് തീരിൻ്റെ എടുത്തു എന്നൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ ഡീമൺ സ്ലെയർ. എന്തിനാടായി എന്ത് സംഭവിച്ചെന്നൊക്കെ അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അവൻ പറയുകയാണ്, ഇവിടെയുള്ള ഹാഷ്റാസ് ആ മലയാള മണ്ടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തുവാണെന്ന് എന്നോട് ചോദിച്ച് എനിക്ക് തല കറങ്ങുന്നു. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയാണ് അവരെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കാരണം എൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെയാണോ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിനുബു ആ ഡീമൺ സ്ലെയറിൻ്റെ പുറകെ വന്നിരിക്കുകയാണ്. ആ ഡീമൺ സ്ലെയർ കാണുമ്പോൾ തന്നെ പറയുകയാണ്, അയ്യോ ചേച്ചി എന്നോടൊന്ന് ക്ഷമിക്കണം, ഞാനിവിടെ അറിയാതെ വന്നതാണ്, ഞാൻ ടാറ്റ ബാബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു താൻജറോട് ചോദിക്കും, എങ്ങനെയുണ്ട് താൻജറോ, നിനക്ക് സുഖമായോ എന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ പറയും, ഇന്നലത്തേനെ കാട്ടി സുഖമുണ്ടെന്ന്. നമ്മുടെ ഷിനുബു പറയുകയാണ്, നിനക്കും അതുപോലെ തന്നെ ഇനോസ്കിക്കും നാളെ റീഹാബിലിറ്റേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് പറയുകയാണ്. അതെന്ത് ട്രെയിനിങ് ആണ് നമ്മുടെ താൻഡ്രോ ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ഷിനുബു പറയുകയാണ്, നാളെ നിങ്ങൾ വരുമല്ലോ, അന്നേരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ അവൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ഷിനുബു ആണെങ്കിൽ നമ്മുടെ താൻഡ്രോനെയും അതുപോലെ തന്നെ ഇനോസ്കിക്കും ട്രെയിനിങ് ചെയ്യുകയാണ്. നമ്മുടെ ലേഡി എന്ന് പറയുന്ന ലേഡി ഷിനുബുവും വളരെയധികം യൂണീക്കായിട്ട് തന്നെയുള്ള ഒരാളാണ്. അവർ ഡീമനെ വരെ വളരെയധികം ഈസി ആയിട്ടും വളരെയധികം സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് കൈകാര്യം ചെയ്തത്. അവരെ രണ്ടുപേരെ ട്രെയിൻ ചെയ്ത അവരുടെ പവർ ഉറപ്പായിട്ടും കൂടുമെന്ന് മനസ്സിലായ സമയത്ത് അങ്ങോട്ട് രണ്ടുപേരും കയറി വരികയാണ്. നമ്മുടെ താൻജറോയും അതുപോലെ തന്നെ ഇനോസ്കിയും രണ്ടുപേരും വളരെയധികം വീക്കായിട്ട് ഇല്ലാതായിട്ടാണ് കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സെനിറ്റ്സു ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ് എന്ന്. അവരൊന്നും മിണ്ടാതെ അവർ ആ കിടക്കയിലോട്ടൊക്കെ കയറി കിടക്കും. എന്നിട്ട് നമ്മുടെ താൻജറോ പറയും, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനുള്ള ഒരു മൂഡില്ല, എനിക്ക് വയ്യ, ഞാൻ കിടക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോ കിടക്കും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെനിറ്റ്സു പറയും, നാളെയും ഞാൻ
നിങ്ങളുടെ കൂടെ ട്രെയിനിങ്ങിന് വരാമെന്നാണ് വിചാരിച്ചത്. ഇനി അത് പറ്റത്തില്ലല്ലോ, എൻ്റെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കുമോ നാളെ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദിവസം അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ താൻജിറോയും ഇനോസ്കിയും അവരുടെ പുറകെ തന്നെ നമ്മുടെ സെനിറ്റ്സു പോകുന്നുണ്ട്. അവനും ഒന്ന് പോയി നോക്കണമായിരുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ അവൻ പേടിച്ചിട്ടാണെങ്കിലും അവിടെ പോകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തുവാണെന്ന് അവൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തുവാണെന്നൊക്കെ അവരുടെ സിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ശരീരമെല്ലാം മസാജ് ചെയ്യുകയാണ്. നമ്മുടെ മസാജ് ചെയ്യുവാണോ ഇത് കണ്ടിട്ട് ഒടിച്ചു മാറ്റുന്ന പോലെയാണ് നമ്മുടെ സെനിറ്റ്സുവിന് തോന്നുന്നത്. ഉള്ളത് റീഫ്ലെക്സ് ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാടധികം ഗ്ലാസ്, അതിൻ്റെ അതിൽ വെള്ളവും കാണും. അപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളെ ആ വെള്ളം എടുത്ത് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെയധികം സ്പീഡിൽ തന്നെ നിങ്ങൾ ആ ആളുടെ മുഖത്തേക്ക് ഒഴിക്കണം. ഇതിന്റെ കാണിക്കുന്ന ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് ആണെങ്കിൽ 2 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഞാനായിരിക്കും ചെയ്യുന്നത്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവനായിരിക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ആ നേഴ്സ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെനിറ്റ്സ് പറയുകയാണ്, ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് 1 മിനിറ്റ് തരണമെന്ന് പറയുകയാണ്. സമയമെന്ന് ആ നേഴ്സ് ചോദിക്കും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെനിറ്റ്സ് പറയും ഇത് കുറച്ച് പേഴ്സണൽ ആണ് എന്നിട്ട് പറഞ്ഞിട്ട് സ്ലോ മോഷൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്നിട്ട് നമ്മുടെ താൻജിറോനെയും അതുപോലെ നമ്മുടെ ഇനോസ്കിയും വലിച്ചു പിടിച്ചുകൊണ്ട് വരികയാണ്. ഇതിനൊക്കെ ഒന്ന് പെട്ടെന്ന് പാടാന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെനിറ്റ്സ് ഓരോ കോപ്രത്തരമൊക്കെ കാണിച്ചിട്ട് ചോദ്യം ചെയ്യുന്ന പോലെ കാണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ പ്രതിനിധീകരിപ്പിക്കും. ഇവിടെ കൊടുക്കുന്നത് ട്രെയിനിങ് അല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കിയുടെ മോന്ത കിട്ടണം കൊടുക്കും. ഇനോസ്കി ആണെങ്കിൽ ആ മതിലിൽ ചെന്ന ഒറ്റ അടി അടിച്ച് അവിടെ കിടക്കും. എന്നിട്ട് നമ്മുടെ സെനിറ്റ്സിനോടിക്കും എന്തിനാണ് അടിക്കുന്നതെന്നോ എന്നൊന്ന് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് അടിക്കണമെന്ന് പറയുകയാണ്. നമ്മുടെ ട്രെയിൻ ചെയ്യുവാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെണ്ണുങ്ങളോട് കൂട്ടാതിക്കൊണ്ടിരുന്നിട്ട് പറയുകയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുവാന്ന്. എന്നിട്ട് നിങ്ങൾ എന്നെ ആ മുറിക്കകത്തിലിരുത്താമെന്ന് വിചാരിച്ചല്ലേ? അത് നടക്കത്തില്ലടാ, ഞാൻ നിങ്ങളോട് ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സ്. എന്നിട്ട് ഓരോന്നൊക്കെ ചുമ്മാ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചാന്ദ്രോ ചോദിക്കുവാണ് എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചുമ്മാ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെനിറ്റ്സ് പറയണം, നിനക്കൊന്നും അറിയത്തില്ലടാ, നീ കാട്ടിലല്ലേടാ വളർന്നേ, നിനക്ക് പെൺകുട്ടികളുടെ വില അറിയത്തില്ലടാ, അവരുടെ ഗ്രേറ്റ്നെസ് അറിയത്തില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി പറയാണ്, ആഹാ എന്നാൽ പെൺകുട്ടികളുടെ പവർ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ എല്ലാവരും ചെന്ന് ഇടിക്കാൻ പോകാമെന്ന് പറയുകയാണ് നമ്മുടെ സെനിറ്റ്സ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി പറയണടാ, ഞാൻ അങ്ങനെയാടാ ഉദ്ദേശിച്ച് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്ന കാര്യം ചെയ്താലും നമ്മളത് എൻജോയ് ചെയ്യണം, അവരെന്ത് കാര്യം ചെയ്താലും നമ്മൾ എൻജോയ് ചെയ്യണം എന്ന് പറയുവാണ് നമ്മുടെ സെനിറ്റ്സു. ഇതേ സമയത്ത് തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോവുകയാണ് നമ്മുടെ സെനിറ്റ്സ്. നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ വളരെയധികം കൂളായിട്ട് അവർ ചെയ്യുന്ന എല്ലാ ട്രെയിനിങ്ങും വളരെയധികം ഈസി ആയിട്ട് വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് അവൻ ഇതെല്ലാം സൂഹിക്കുന്നത്. രണ്ടാമത്തെ ട്രെയിനിങ് ആയിട്ടുള്ള മുഖത്ത് വെള്ളം ഒഴിക്കുന്ന ട്രെയിനിങ്ങിൽ നമ്മുടെ സെനിറ്റ്സു ഈസി ആയിട്ട് തന്നെ വെള്ളം എടുത്തിട്ട് അവളുടെ മുഖത്ത് ഒഴിക്കാൻ പോകും. എന്നിട്ട് പറയുകയാണ്, ഞാനൊരിക്കലും പെൺകുട്ടിയുടെ ദേഹത്ത് മുഖത്ത് ഒഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വളരെയധികം വിചിത്രമായിട്ട് ഓരോന്നൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. അങ്ങനെ അടുത്ത ട്രെയിനിങ് ആയിട്ടുള്ള ഫുൾ ബോഡി ട്രെയിനിങ് ഈസി ആയിട്ട് തന്നെ നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ അവളുടെ മുഖത്ത് കയറി കെട്ടിപ്പിടിക്കുകയാണ്. അവളാണെങ്കിൽ മോന്ത കിട്ടണം കൊടുക്കുകയാണ് നമ്മുടെ സെനിറ്റ്സുവിൻ്റെ. ഇതൊക്കെ കണ്ട് വളരെയധികം മോട്ടിവേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ആ ട്രെയിനിങ്ങിലെല്ലാം വിജയിക്കുകയാണ്. അടുത്ത ദിവസം ട്രെയിനിങ്ങിൽ മറ്റേ ആ ഡീമൺ സ്ലെയർ ആയിരുന്നു. ആ ഡീമൺ സ്ലെയറിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ പോലും ആരും വിജയിക്കുന്നില്ല. എല്ലാത്തിൻ്റെ അതിലും അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ സെനിറ്റ്സു ഇനോസ്കി താൻജിറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ എന്നെ കൊണ്ട് എന്താണ് ഇവളെ തോപ്പിക്കാൻ പറ്റാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ 3 പേരും. ഇനോസ്കിയും പറയുകയാണ്, ഇനി ഞാൻ ഒരിക്കലും പെണ്ണുങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല, അവരോട് ട്രെയിനിങ്ങും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് 3 കുട്ടികൾ വരുന്നത്. ആദ്യമൊന്നും നമ്മുടെ താൻജിറോ ആ 3 കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ താൻജിറോ പറയുന്നു, ഞാൻ വേറെ എന്തോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ ശ്രദ്ധിക്കാഞ്ഞത്, എന്നോട് ക്ഷമിക്കാൻ പറയുക. ഇതേ സമയം തന്നെ അവർ 3 പേരും നമ്മുടെ താൻജിറോയ്ക്ക് ഒരു ടവൽ കൊടുക്കുകയാണ്. അത് നമ്മുടെ താൻജിറോയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ താൻജിറോ ആ ടവൽ മേടിച്ചിട്ട് അവൻ്റെ മുഖമൊക്കെ തുടയ്ക്കുകയാണ്. എന്നിട്ട് അവരുടെ 3 പേരോടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. നമ്മുടെ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് വളരെയധികം സന്തോഷം വരുവാണ്. ഇവർക്ക് ഈ തോറ്റു കൊടുക്കാത്ത നമ്മുടെ താൻജിറോനെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ താൻജിറോനെ സഹായിക്കാനാണ് ഈ 3 കുട്ടികളും ഇപ്പോൾ വന്നിരിക്കുന്നത്. 3 കുട്ടികൾ ചോദിക്കുവാണ്, നിങ്ങൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്ക് 24 മണിക്കൂർ ഉപയോഗിക്കാറുണ്ടോ എന്ന്. അന്നേരം നമ്മുടെ താൻജിറോ പറയാണ്, ഞാൻ അങ്ങനെ ഇതുവരെ ഉപയോഗിച്ചെന്ന് നോക്കിയിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. ഇതേ സമയം തന്നെ ആ കുട്ടികൾ പറയുകയാണ്, ഹാഷ്റാസ് ഒക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുമാത്രമല്ല കമാൻഡോയോ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുകയാണ്. ഇത് അതുകൊണ്ടാണ് നിങ്ങളെക്കാട്ടിൽ ഫാസ്റ്റ് അവർക്ക് ഉള്ളത് എന്ന് പറയുകയാണ് ആ കുട്ടികൾ. ഇതൊക്കെ കണ്ട് ഞാൻ നാളെ മുതൽ ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ താൻജിറോ പറയുകയാണ്. അങ്ങനെ ഈ കാര്യം നമ്മുടെ ഇനോസ്കിയോടും അതുപോലെ തന്നെ നമ്മുടെ സെനിറ്റ്സുവിനും പറയാൻ വേണ്ടി ഓടിച്ചാടി നമ്മുടെ താൻജിറോ വരുന്ന സമയത്ത് അവരാരും അത് മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ സെനിറ്റ്സു മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. സെനിറ്റ്സു പറയുകയാണ്, നാളെ മുതൽ ഞാൻ ട്രെയിനിങ്ങിനൊന്നും വരുന്നൊന്നുമില്ല, അഥവാ എന്താണ് വരാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓരോ ഡാൻസും അങ്ങനെ ചിരിച്ച് ഓരോ കളിച്ചൊക്കെ നടക്കുവാണ്. നമ്മുടെ സമയം തന്നെ നമ്മുടെ താൻജിറോ ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. പക്ഷെ നമ്മുടെ താൻജിറോ പറയുകയാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അവരും വന്നോളും, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ചെയ്യണം, അതൊക്കെ കണ്ടാലേ അവരും വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജിറോ ആ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. താൻജിറോ ഒത്തിരി തവണ അത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ പോലും താൻജിറോയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം താൻജിറോയുടെ ലെങ്സ് ഒക്കെ വളരെയധികം വീക്കായിട്ടിരിക്കുകയാണ്. നമ്മുടെ താൻജിറോ ഒത്തിരി അധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ താൻജിറോയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ വളരെയധികം വേദനിക്കുന്നത് പോലെയൊക്കെ നമ്മുടെ താൻജിറോയ്ക്ക് തോന്നുകയാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ താൻജിറോ വിട്ടുകൊടുക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ഇതൊക്കെ ആ 3 കുട്ടികൾ കാണുന്നുണ്ടായിരുന്നു. ആ 3 കുട്ടികൾ വിചാരിക്കുവാണ് താൻജിറോ എന്തായാലും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവിടെ തന്നെ കുറച്ച് ഫുഡ് കൊണ്ട് കൊടുത്തേക്കാമെന്ന്. അങ്ങനെ താൻജിറോയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് താൻജിറോ കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ 3 കുട്ടികൾ പറയുകയാണ്, നിങ്ങൾ ഈ മൺകുടുക്ക ഊതി പൊട്ടിക്കണം. ഹാഷറാസൊക്കെ 24 hours ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ഇതൊക്കെ ഊതി പൊട്ടിക്കും. അതുമാത്രമല്ല മിസ് ഗുവാന വരെ ഇത് ചെയ്യാറുണ്ടെന്ന് പറയുകയാണ് നമ്മുടെ താൻജിറോയുടെ ആ 3 കുട്ടികൾ. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ എന്താ പറ്റാത്തത്, ഞാൻ ഉറപ്പായിട്ട് ചെയ്തിരിക്കുമെന്ന് പറയുകയാണ് നമ്മുടെ താൻജിറോ. അതുമാത്രമല്ല ഈ മൺകുടുക്ക ഓരോരോ ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര തവണ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നോ അത്രയും വലുപ്പത്തിലായിരിക്കും ഈ മൺകുടുക്ക ആവാൻ പോകുന്നത്. അങ്ങനെ കൂടി ഇതിൻ്റെ ഏറ്റവും വലിയ കുടുക്ക ഇതായിരിക്കും. നിങ്ങൾ ഇതും പൊട്ടിച്ചാൽ മാത്രമേ നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ പാസ് ആവത്തുള്ളൂ എന്ന് നമ്മുടെ താൻജിറോയുടെ 3 കുട്ടികൾ പറയുകയാണ്. കണ്ടിട്ട് നമ്മുടെ താൻജിറോ ഒക്കെ ഇല്ലാതായി പോവുകയാണ്. പിന്നെ നമ്മുടെ താൻജിറോ ആണെങ്കിൽ റീഹബിലിറ്റേഷൻ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ നേഴ്സ് നമ്മുടെ താൻജിറോയോട് ചോദിക്കുവാണ്, ബാക്കിയുള്ള 2 പേര് എന്ത് ചെയ്യും, നമ്മുടെ സെനിറ്റ്സു ഇനോസ്കി എന്ത് ചെയ്താണ് ചോദിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജിറോ പറയുന്നു, അവരെ എനിക്ക് ഇന്ന് കൊണ്ടുവരാൻ സാധിച്ചില്ല, പക്ഷേ എന്തുവാണെങ്കിലും നാളെ ഞാൻ കൊണ്ടുവന്നിരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ താൻജിറോയ്ക്ക് അവിടെ കിട്ടുന്ന ട്രെയിനിങ് പോരാതെ തന്നെ നമ്മുടെ താൻജിറോയും കുറേ ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക, വീടിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ കയറി ഓടുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ താൻജിറോ കല്ലൊക്കെ കെട്ടി വലിച്ചിട്ട് മസിൽ വരുത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജിറോ. രാവിലെ ട്രെയിനിങ് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ താൻജിറോ രാത്രിയിലും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജിറോ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാസ്റ്റർ ഉറോക്കോഡാക്കിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആ സോർട്സ്മാൻ അങ്ങോട്ട് കയറി വരികയാണ്. നീ എൻ്റെ വാള് പൊട്ടിക്കുമല്ലേടാ എന്ന് പറഞ്ഞാണ് സോർട്സ്മാൻ്റെ കാര്യം അവൻ ആലോചിക്കുന്നത്. ഇതൊന്നും ഞാൻ എന്തിനാണ് ആലോചിക്കുന്നത്, എനിക്കിതൊന്നും ആലോചിക്കാൻ വയ്യേ, എനിക്ക് ഫുൾ കോൺസെൻട്രേഷൻ ചെയ്തേ പറ്റൂ, എന്നാലേ എനിക്ക് ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്താണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് ഷിനുബു വരികയാണ്. ഷിനുബു വന്നുടനെ തന്നെ ചോദിക്കുകയാണ്, ട്രെയിനിങ് എടുക്കുവാണോ മോനെ. നമ്മുടെ ഷിനുബു വളരെ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ താൻജിറോയ്ക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. ഇതേ സമയത്ത് തന്നെ ഷിനുബു വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ 2 ഫ്രണ്ട്സും താരെ ഇരുന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നീ എന്താ അവരെ ഒന്നും അവരുടെ കൂടെ എൻജോയ് ചെയ്താൽ പോരെ, നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതൊന്നുമല്ല, എനിക്കിപ്പോൾ ട്രെയിനിങ് എടുക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ ചെയ്താൽ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കിത് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ താൻജിറോ. ഇതേ സമയത്ത് തന്നെ ഷിനുബു പറയുകയാണ്, ഓക്കെ നീ ട്രെയിനിങ് എടുത്തോന്ന്. നമ്മുടെ താൻജിറോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ ഒരു ഡീമൺ ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് ഷിനുബു പറയുകയാണ്, നിന്റെ അനിയത്തി ഒരു ഡീമനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു കുഴപ്പമില്ല. അത് മാത്രമല്ല നിനക്ക് ഒരുപാടധികം ഇഞ്ചുറീസ് മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അത് മാറ്റാൻ നിങ്ങളെ സഹായിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. അതുമാത്രമല്ല വേറൊരു കാരണം കൊണ്ടുണ്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവരാനുള്ള. എനിക്കൊരു ഡീമൻ്റെ കൂടെ ഫ്രണ്ട് ആവാൻ വളരെയധികം ഇഷ്ടമാണ്, പക്ഷെ അത് ആരും സാധിക്കുന്നില്ല. പക്ഷെ നീ നടക്കുന്നത് നിന്റെ അനിയത്തിയായിട്ടുള്ള ഡീമൻ്റെ കൂടെയാണ്. എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടാണ് ജീവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഷിനുബു. നമ്മുടെ താൻജിറോ സ്മെല്ല് ചെയ്ത് മനസ്സിലാക്കുവാണ് നമ്മുടെ ഷിനുബു ആണെങ്കിൽ അധികം ദേഷ്യത്തോടാണ് ഇരിക്കുന്നത് എന്ന്. താൻജിറോ ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാണ് വളരെയധികം ദേഷ്യത്തോടെ ഇരിക്കുന്നത് എന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു ചോദിക്കുവാണ്, നീ അത് എത്ര വേഗം കണ്ടുപിടിച്ചു. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഉള്ളിൽ വളരെയധികം ദേഷ്യത്തും അതുപോലെ തന്നെ പുറത്ത് ഞാൻ വളരെയധികം സന്തോഷത്തോടും ചിരിച്ചിട്ടുമാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്കാണെങ്കിൽ ഡീമൻസിനെയൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു. ആ ചേച്ചിക്ക് ഡീമൻസും മനുഷ്യരും തമ്മിൽ ജീവിക്കാനൊക്കെ പറ്റുമെന്നാണ് പറഞ്ഞു നടന്നത്. അതുമാത്രമല്ല ആ ചേച്ചിയാണെങ്കിൽ ഒരു ദിവസം ഒരു ഡീമൻ്റെ ഇത് മരിക്കാൻ കിടക്കലായിട്ട് പോലും ആ ചേച്ചിക്ക് ഡീമനോട് ഒരു തുള്ളി ദേഷ്യം പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഡീമൻസിനോട് എൻ്റെ ചേച്ചിക്ക് എന്ന് പറയുകയാണ്. ചേച്ചി മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എങ്ങനെയെങ്കിലും ഡീമൻസും മനുഷ്യരും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന സംഭവം കണ്ടുപിടിച്ചേ പറ്റൂ, എങ്ങനെയെങ്കിലും നീ കണ്ടുപിടിക്കണമെന്ന്. ഞാൻ ഒരുപാട് സമയത്ത് ശ്രമിച്ചു, കുറേ ഡീമനുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. എൻ്റെ ദേഷ്യം അതിന് സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല അന്നേരമാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെ കണ്ടുമുട്ടിയത്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടാണ് ജീവിക്കുന്നത്. അങ്ങനെ തന്നെ നീ ജീവിക്കാവൂ, നിൻ്റെ അനിയത്തിയെ നീ നോവിക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിനക്കൊരു ശല്യമായിട്ടാണ് ഇപ്പോൾ കയറി വന്നത്. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ ട്രെയിനിങ് നീ തുടർന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിനുബു അവിടെ നിന്ന് പോവുകയാണ്. ഷിനുബു പോയ ഉടനെ തന്നെ നമ്മുടെ താൻജിറോ വീണ്ടും ട്രെയിനിങ്ങിലേക്ക് കടക്കുകയാണ്. പക്ഷേ ട്രെയിനിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ താൻജിറോയുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരികയാണ്. താൻജിറോയുടെ വീട്ടുകാർ മൊത്തം മരിച്ചു കിടക്കുന്ന ഒരു സീനാണ് വരുന്നത്. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് പഠിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുന്നിടത്ത് വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 24ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ ഇനി വെറും 3 എപ്പിസോഡ്സ് മാത്രമേ സീസൺ 1 അവശേഷിക്കുന്നുള്ളൂ. സോ അത് ഞാൻ എത്രയും വേഗം ഇടാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.